اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. وقال تعالى قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. മോമിനികളെ, സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹുവേ, വിധിവിധാനത്വ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് യഥാർത്ഥ മുത്തഖീത്ത് മോമിനൈത്ത് ജീവിച്ചിട്ട് വരിക്കൂ പ്രതി ഒരാളും പ്രയത്ന കുറിച്ചെന്നിട്ട് ഒന്നാമതായിട്ട് വസിയത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്രയും നല്ല യഥാർത്ഥ മുത്തഖിമാരുടെ എല്ലാവരെയും സേർപ്പാടി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ അവൻ്റെ നിഅമത്ത് ചൊല്ലി തന്ന അവനെ ഹിദായത്തിലാക്കിയതിനാണോ അത് വലിയ നിഅമത്തായിരിക്കും. ഹിദായത്തിലായിട്ടുള്ളതിനാണ്. ഹിദായത്തില്ലാണ്ട് ശിർക്കിലും ബിദഅത്തിലും ഹറാമിലും മുങ്ങിത്തുള്ള എത്രമാസ് മനുഷ്യന്മാരെ എതിരിൽ ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ കാരുണ്യം കൊടുത്തു, വെളിച്ചം കൊടുത്തു, പ്രകാശം കൊടുത്തു. നിനക്ക് ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഹിദായത്തിൽ ജീവിക്കുള്ളതായ അനുഗ്രഹം ചൊല്ലിതാണ്. കാരുണ്യവന്തനായ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയോടത്തോളം കണ്ടു. നിങ്ങൾ കഴിഞ്ഞുപോയ ഒന്നാമത്തെ നബിയായിട്ടുള്ള ആദം നബിയിൽ നിന്നെത്തി അവസാനത്തെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടത്തോളം കണ്ടു. ചൊമ്മ നബിമാർ ഈ ദുനിയാവ് വന്നു പോയില്ല. അങ്ങനെ എല്ലാവരും പ്രബോധനാക്കിയത് ദീനുൽ ഇസ്ലാമായിരിക്കും. പ്രതിയൊരു കാല ನಂತರ നബിമാര കാലത്ത് പിന്നെ നബിമാർ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ പടിപ്പാടി തന്ന മാർഗത്തെ വിട്ടുതു. നബിമാർ മരണപ്പെട്ടു പോയവില്ല, വഫാത്തായി പോയവില്ല. റായത്തങ്ങ ആ സമുദായ ജനത്തെ അങ്ങ് പടിപ്പാട്ടി ദീനിൽ നിന്ന് ദൂരായിട്ട് പുതിയതെല്ലാം ഒന്ന് സേർപ്പാടിത്ത് ദീനിന്റെ മാലിന്യാക്കി വിട്ട സർവശക്തനായ അല്ലാഹു മുട്ടാവുകളേക്ക് പുണ്യവന്തന്മാരുടെ സഹായം കേൾക്കുന്നതും അതേപോലെ ഏകൈകനായ റബ്ബുവും മക്ക ഉള്ളവരുണ്ട് ചെന്നിട്ട് വാദിക്കവും ധൈര്യം കാട്ടിയോ നിഷേധമാറും ഇങ്ങനത്തെ നിഷേധത്തിൽ മുങ്ങിയതായ സമുദായത്തിൽ മുന്നോട്ട് കഴിഞ്ഞുപോയി. അങ്ങനത്തെ സമുദായത്തിൽ അല്ലാഹു അവന്റെ ശിക്ഷ കൊടുത്തു, ദുനിയാവിൽ നിന്ന് നിർമൂലനാക്കി വിട്ടാണ്. അതുകൊണ്ട് ഏത് സമുദായത്തിലെ ആവട്ടു ഇസ്ലാമുക്ക് വിരുദ്ധമായ ആശയ കണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ നോക്കിയിട്ട് കണ്ണു ചുമ്മിക്കുന്ന ദയിക്കലല്ല. അത് ഹക്ക് മനസ്സിലാക്കി ഞങ്ങളെ ബാധ്യത സമുദായത്തിന് ദീൻ ചെന്ന് കൊടുക്കേണ്ടത്, ഹക്കിന്റെ സന്ദേശം ഏറ്റുപാട്ടേണ്ടത്. ദീനുൽ ഇസ്ലാം പരിപൂർണമായത് അതിലൊട്ടുകൂ അതിന് ഉൾഗത്തിക്ക് ഏതൊക്കെ ഒന്നും ചെറിയതും കൂടെ സേർപ്പാട്ടുകൂ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒന്നും എടുക്കുകൂ ഒരാളും മതിക്കാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തെ സന്ദർഭത്തിൽ നബി ഏത് ദീനിട്ട് ചെന്നരാ അത് ഖിയാമത്ത് നാളത്തോളം ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തോളം എന്ത് ദീനിന്റെ പടിപ്പാടിത്തില്ലേ അത് ഖിയാമത്തോളം ദീനല്ല. ദീനാവും ചാൻസ് ഇല്ല, സാധ്യതയില്ല. അതുകൊണ്ട് ആ ദീനിൽ 23 വർഷത്തെ നബിയുടെ നുബുവത്തിലെ ജീവിതത്തിൽ എന്ത് ദീനായിട്ടാ അതേ വീണ്ടും ദീൻ. ഹജ്ജത്തുൽ വദാഅ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവതീർണാക്കി കൊടുത്ത ആയത്ത് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു
വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇണ്ടത്തെ നാൾ നിങ്ങളെ ദീനനാണ് പൂർത്തിയാക്കി തന്നത്, നിങ്ങളെ നിഅമത്തിനെ നാം നിറവേറ്റിട്ട് പൂർത്തിയാക്കി തന്നത്, ഇസ്ലാം ദീനിനെ നിങ്ങൾക്ക് ദീന എന്ന നിലയിൽ തൃപ്തിപ്പെടുത്തി തന്നത്. അതോടുകൂടി ദീൻ പൂർത്തി. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ആക്കുന്ന പോലെ ഒരു ഹദീസിൽ കാണാം, ലൈസ മിൻ അമലിൻ യുഖർരിബു ഇലൽ ജന്ന ഇല്ലാ ഖദ് അമർതുകും ബിഹി വലാ അമലുൻ യുഖർരിബു ഇലൻ നാർ ഇല്ലാ ഖദ് നഹൈതുകും അൻഹു. ഒരേ ഒരു അമലില്ല നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പാട്ടത്, സ്വർഗ്ഗത്തിൽ മുട്ടാക്കരെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ചന്തറാണ് പോയിട്ടില്ല. ഏത് ആക്കി നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് എത്തുവാറ്, ഏതാക്കി നിങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് ദൂരാവാറ്, ഏതാക്കി നിങ്ങൾ നരകത്തിൽ പ്രവേശിക്കുവാറ്, ഏതാക്കി നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാറ് ചെന്നിട്ട് ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുന്നേ നിങ്ങൾക്ക് നിർദ്ദേശവും ഉപദേശവും തന്നുപോയി. അപ്പൊ ആ സ്വർഗ്ഗത്തിൽ മുട്ടാവത് എന്തിനെ വഴിപാട്ടി, നരകത്തിൽ നിന്ന് ദൂരാവരുന്ന് വഴിപാട്ടി. സ്വർഗ്ഗത്തിൽ മുട്ടാവുന്നത് നിർദ്ദേശനാക്കിയത് ആക്രമം ചെന്നിട്ട് നരകത്തിൽ പോകുന്നത് എന്തിനാണ് അത് വിരോധിച്ച് ആക്കണ്ടാണ്. അത് എന്തായാലോ ഹറാമായത്, ബിദഅത്തായത്, വിശ്വാസപരമായത് ഏതായാലും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്തരാത്ത പഠിപ്പാടി തരാത്ത നബിയുടെ ദീനില്ലാത്ത ഇസ്ലാം നബി പഠിപ്പാടുന്നത് ഏത് ദീനാവില്ല. അതുകൊണ്ട് ആ ദീനുള്ളത് മാത്രം എത്രമാവുണ്ടോ, ഇല്ലാത്തത് എന്തിനു നമുക്ക് ഉള്ളതിനെ ആർക്ക് മനുഷ്യന്മാർക്ക് ടൈമില്ല. എത്ര സമയം മസം ചെല്ല അധികാരം കൊണ്ടു, എത്ര മനുഷ്യന്മാർ ചെല്ലാൻ കറക്റ്റ്, എത്ര ഫർദ് നിസ്കാരത്തിന് മുന്നോട്ട് പിന്നെയുള്ള എത്ര സുന്നത്ത് റവാത്തിബ് സുന്നത്തുണ്ടോ അതിലെത്താളും എത്ര ആൾമാർ ചെല്ലാം, എത്ര ആൾമാർ നിസ്കരിക്കുന്ന റവാത്തിബ് സുന്നത്ത് കറക്റ്റ് അപ്പാട്ട്. അപ്പൊ ഉള്ളതിനെ ആക്കിയിട്ട് ഇല്ലാത്തതിനെ ഞങ്ങൾ കൈവിടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെത്ത നാളായിട്ട് തിങ്കളാസരുണ്ട് നബി സാഹിബ് കേട്ടപ്പ തിങ്കളാസര നോമ്പ് വിഷയത്തിൽ കേട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ പെത്ത നാളായിട്ട് അതുകൊണ്ട് നോമ്പിടിക്കും. നോമ്പിടിക്കുക ചെന്നോ എല്ലാ തിങ്കളാസും നോമ്പിടിക്കുന്ന സുന്നത്തായിരിക്കരുത്. അതല്ലാണ്ട് വർഷപർവത്ത് കുറെ നാല് ഇടീ റായത്തെല്ലാം റാലി പോയിട്ട് മെരവണിക്ക് പോയിട്ട് അങ്ങനെ റോഡ് ബ്ലോക്ക് ആക്കി ഇങ്ങനത്തെ ഒരു സമ്പ്രദായ ആദരവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തെ പ്രവാചിത്വ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ല ദീനായിട്ട് അള്ളാഹു വഹി കൊടുത്തറ അതല്ല ദീൻ. അള്ളാഹു നബി സല്ലല്ലാഹു സ്വന്തം ഇഷ്ടം പോലെ കൊണ്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. സ്വന്തം ഇഷ്ടം പോലെ നബി സ്വഹാബാക്കന്മാർ അല്ലെങ്കിൽ ആരും ഒരു പ്രശ്നം കേൾക്കാൻ നബിയോട് വന്നു. അപ്പൊ നബി ഒരേ അടിക്ക് ജവാബ് കൊടുക്കില്ല, വെയിറ്റ് ആക്കുന്ന അള്ളാഹു വഹി എന്തൊരു വേണ്ടിയിട്ട്. അങ്ങനെ വഹിയുടെ അടിസ്ഥാനത്തിൽ ദീന്റെ വിഷയം കൊണ്ടിരുന്നു. വഹിയുടെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാടുന്ന ദീനില് എന്ത് ദീനായിട്ട് അള്ളാഹു നബി ചെന്നത് അത് മാത്രമാണ് ആക്കി. ഇല്ലാത്ത ഒരു എക്സ്ട്രാ വന്നിട്ട് ഫിട്ടാക്കേണ്ട അഗത്യമില്ല. അത് ദിക്റിന്റെ പേരിലാവട്ടോ, അല്ലെങ്കിൽ സലാത്തിന്റെ പേരിലാവട്ടോ, അല്ലെങ്കിൽ മിലാദ് നബിയുടെ പേരിലാവട്ടോ, ഇനി ഇത്ര ഏത് പേരിലാവട്ടോ ദീന്റെ ഒരു പുതിയ സേർപ്പാണ്ടോ ഒരാൾക്കും ഇഷ്ട അധികാരമില്ല. അത് നബിയുടെ പിർസവയ്ക്കൊരു പേരിലായിരുന്നു ശരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയോട്ട് അള്ളാഹു കൊടുത്തതായ ദൗത്യത്തെ പരിപൂർണമാക്കിയിട്ട് ഈ ദുനിയാവിലെത്തി ഒഫാത്തായിട്ട് പോയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയുടെ കീർത്തിരെ ദുനിയാവൊരു ഖിയാമത്ത് നാളത്തോളം പരലോകത്തിൽ പോയിത്തരാം. ഉറഫഅനാ ലക ദിക്റക, നിങ്ങളെ കീർത്തിനെ വൈത്തി തന്ന റസൂൽ ബഷാറിൽ 4-ാമത്തെ ആയത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ചെല്ലാത്ത ഒരായുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ചെല്ലാത്തവനോ നബി മേലെ സലാത്ത് ചെല്ലാത്തവനോ മുസ്ലിം ആവില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ചെല്ലാത്ത കഡ്ഡായമായതും ഫർളായതാവും സുന്നത്താവണം ഏത് നിസ്കാരമില്ല. എല്ലാ നിസ്കാരത്തും തഹിയ്യാത്ത് നബിയുടെ പേരുണ്ട്. അതേപോലെ ദുനിയാവിലും ഏത് ജാഗയിൽ പള്ളി ഉണ്ടാകും, ഇനി പള്ളി ഇല്ലെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോൾ ഇഖാമത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് ചെല്ലേണ്ടത് അനിവാര്യമായിട്ട് 1500 വർഷത്തോളം അത് സമ്പ്രദായം വന്നുകൊണ്ടേയുണ്ട്. ഇണ്ടത്തോളം വന്നോട്ട് ആറ് കൊണ്ടെത്തും നബിയെ അവഹേളനാക്കിയിട്ട് ദൂരാക്കാൻ സാധ്യമില്ല. നബിയെ ആറ് ദൂരാ അവഹേളനാക്കാൻ അത്ര നബിയുടെ കീർത്തിയുള്ളൂ. നബിയുടെ കീർത്തി ഒരു കുറവടിയും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവ് മിഷിൽ നിലച്ചെന്നു ഏനെ ആഖിറത്തിലും അല്ലാഹു മഅശറൽ എല്ലാവരും ഒട്ടു ചേരിക്കുമ്പോഴത്തേക്ക് അവിടെ സ്ഥാനമാണുള്ളൂ. എല്ലാ ആളുമാരും ഓരോ നബിമാരുടെ കൊണ്ടാൽ ഇവിടെ വിചാരണ എടുക്കട്ടെ, കണക്ക് നോക്കട്ടെ ചെന്നിട്ട് എല്ലാ നബിമാരും നെക്സ്റ്റ് നബിയെ കാട്ടിയിരിക്കുക. അങ്ങനെ അവസാനമായി ആളുമാരുടെ ചിത്രോ മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബിയായിരിക്കണം ശിഫാറസാണ്. അള്ളാഹുവിൻ്റെ സുജൂദിൽ കൊണ്ട് ലോങ് ടൈം സുജൂദിൽ കൊണ്ട് അള്ളാഹു പിന്നെ ചെല്ല കേക്ക് ഇർഫഅ റഅസക യാ മുഹമ്മദ്, നബിയെ മുഹമ്മദേ നിങ്ങൾ തലവയ്ക്കോ, കേൾക്കോ, സൽ കേൾക്കോ, കേട്ടു കണ്ട ശിഫാറസ് ആക്കോ, ശിഫാറസ് നിങ്ങൾ സ്വീകരിക്കരുത്. അപ്പോൾ ആ ശിഫാറസ് അർഹനായവനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ. ഒന്നാമതായിട്ട് സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്ന് നബി ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായിട്ട് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കരുത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹൗദുൽ കൗസറിലെ തണ്ണി, അനുഗ്രഹീതമായ പവിത്രമായ തണ്ണി ഞങ്ങൾക്ക് വേറിട്ട്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കീർത്തി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഉയർത്തിയ ആ നബിയെ നാം അനുസരിച്ചില്ല, പിന്നെ അനുസരിക്കും. അല്ലാഹു പറഞ്ഞ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. നബിയെ നിങ്ങൾ ചിലർക്കുൽ നബിയെ നിങ്ങൾ ചില ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ നിങ്ങൾ അല്ലാഹുവിനെ പിൻസവിക്കണമെങ്കിൽ ഫത്തബിഊനി എൻ്റെ അനുസരണാക്കൂ. ആരനുസരണാക്കൂ? നബി സുബഹി എണിച്ചിട്ട് അസർഗല ജാ ഉറങ്ങോടത്തോട് എന്തെല്ലാം ആക്കിയോടിത്ത് അതിലാക്കിയിട്ട് ജീവിക്കണേ നബിയുടെ മേലുള്ള യഥാർത്ഥ മുഹബ്ബത്ത്. സുബഹി കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്നതുകൊണ്ട് തന്നെ നബിയോട് സുബഹി ഇതിക്ക് ചെന്നിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ സുബഹി നിസ്കരിക്കൂ, പള്ളിക്ക് പോകൂ, ജമാഅത്തിൽ പോകൂ. ഏത് സുബഹി എണിക്കൽ മുന്നോട്ട് വേഗം എണിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ദിക്ർ ചെന്ന പിന്നെ വുളു എടുത്തിട്ട് നിമിഷം പള്ളിക്ക് പോകൂ. പള്ളി കാണാത്ത മനുഷ്യന്മാർ റാലി പോയിട്ടുള്ള പള്ളിയിൽ പാൻ വിളിക്കുമ്പോൾ കൂർക്ക വെച്ച് ഉറങ്ങിറങ്ങയും റാലി പോയിട്ടുള്ള നബിയുടെ മഹബത്ത് ചെന്നിട്ട് അത് കണക്കിന് മഹബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതചര്യ നഗരചര്യയായിട്ട് സ്വീകരിച്ചിട്ടല്ലേ നബിയെ വിശ്വസിക്കേണ്ടത്, സ്വഹാബാക്കന്മാരെ വിശ്വസിച്ചത്. അപ്പൊ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടെങ്കിൽ രണ്ട് അനുസരണാക്കുള്ള അള്ളാഹു നബി അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ആയത്തിൽ ചെല്ലവച്ചെന്ന നബി ഇട്ടു. അങ്ങനെ നിങ്ങൾ അള്ളാഹു നിങ്ങൾ ദോഷത്തെ അള്ളാഹു മാഫാക്കി അല്ലാഹു ഗഫൂർ റഹീം. അല്ലാഹു എല്ലാ ദോഷവും മാഫാക്കറോടും കരുണാനിധിയായിരിക്കും. ഇതേ ദിക്ർ നബിയെ വിശ്വസിക്കേണ്ട രീതി നീതി അള്ളാഹു നമുക്ക് ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാൻ 31-ാമത്തെ ആയത്തിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് സ്വീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കുന്നതായ രീതി ശൈലി എങ്ങനെ ആയിട്ടിക്കൊണ്ട് സ്വഹാബാക്കന്മാർ കാട്ടിത്തന്നതാണെങ്കിൽ ആ സ്വഹാബാക്കന്മാരിൽ ഇത് നിങ്ങൾ പഠിക്കണം. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷയത്തിൽ അല്ലാഹു നബി എന്തിനെ കൊണ്ടത് സ്വീകരിക്കും, എന്തുകൊണ്ട് വിരോധിച്ച് അതിന് ദൂരം അതാക്കാൻ ഓർജിക്കൊണ്ടിരിക്കണം. ആ നബിക്ക് ഞാൻ എങ്ങനെ സഹായിക്കണോ? നബിയുടെ അനുസരണാക്കിയിട്ട് നബിയുടെ സന്ദേശത്തെ ആളമാരി എത്തുമാടിയിട്ട് നബിയുടെ വിഷയത്തെ അപ്പാർത്താക്കുന്നത് കണ്ടെങ്കിൽ കേട്ടെങ്കിൽ മൗനമായി ഒന്നും ദഹിക്കലല്ല, അതിന് റിയാക്ഷൻ ആക്കുന്ന എങ്ങനെ നബിയുടെ യഥാർത്ഥമായ ശാന്തിയുടെ സന്ദേശത്തെ ആളമാരി എത്തുമാടും. അപ്പൊ നബി എങ്ങനത്തെ ആളിട്ട് ആൾ നടത്താം. അല്ലാഹു ചെന്നാ ഫല്ലദീന ആമനു ബിഹി വഅസറു വനസറു വത്തബഉ നൂറ അല്ലദീ ഉൻസില മാ ഉലൈക ഹുൽ മുഫ്ലിഹൂൻ. അപ്പ അങ്ങളെ മേലെ നബിയുടെ മേലെ വിശ്വാസം വെച്ചിട്ട് ആ നബിയുടെ അനുസരണാക്കിയിട്ട് ആ നബിക്ക് സഹായാക്കിയിട്ട് ആ നബിക്ക് അവതീർണായ ആ നൂറ് അനുസരണാക്കിയിട്ട് ആ പ്രകാശത്തെ അനുസരണാക്കണ ആരാ അങ്ങനെ ഇത്തിക്കാറ് ഉലൈക ഹുൽ മുഫ്ലിഹൂൻ. വിജയമാണ് വിജയിക്കുന്ന യശസ് കൊണ്ടങ്ങ കേന്ദ്രങ്ങ അങ്ങനെ ഇത്തിക്കാറ്. ആ നബിക്ക് ഒരു മുള്ളു തറക്കുന്നതും കൂടെ സ്വഹാബാക്കന്മാർ ഇഷ്ടപ്പെട്ടില്ല. തൽഹാ റളിയല്ലാഹു അൻഹു ഉഹുദ് രണാങ്കണത്തിൽ എകന്തോർ പരിസ്ഥിതി മുസ്ലിമീങ്ങൾക്ക് പരാജയം ഉണ്ടായതായ ഒരു അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും 10 സ്വഹാബാക്കന്മാർ ചുറ്റിട്ടുള്ളത്. നബി രക്ഷപ്പെടുത്തു. ബണ്ടതായ അറ്റാക്ക് ബണ്ടതായ ധാളിലെ ബാണം കൊടുത്തു. നബിയെ മേലേക്ക് മുശ്രിക്കീങ്ങ ബാണത്തെ പാപ്പാട്ടിട്ടുള്ള ആ ടൈമിലു മനുഷ്യ ഗോഡേറ്റ് മനുഷ്യ മതിലായിട്ട് നബിയുടെ ചുറ്റും നിന്റെ സ്വഹാബാക്കന്മാർ നബി വച്ചാക്കിയ തൽഹാ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഇടീ തടിയില് ബാണ കുത്തി നാട്ടി വെച്ചു. അങ്ങനെ ഒരു മുള്ളു തറക്കുന്നതും നബിക്ക് സ്വഹാബാക്കന്മാർ ഇഷ്ടപ്പെട്ടില്ല. അതെഴുതി യഥാർത്ഥമായ പെരുസ ഞങ്ങൾക്ക് ഈ നബിയുടെ എതിർ ഇപ്പൊ കാണില്ല. അതിന് നബിയുടെ ചെറിയ ഞങ്ങൾ എതിർ ഹയാത്തിലുണ്ട്, നബിയുടെ ആശയം ഞങ്ങൾ എതിർ ഹയാത്തിലുണ്ട്, മരണപ്പെട്ടു പോയിട്ടില്ല. ആ നബിയുടെ ശരീരം വിസവിച്ചിട്ട് ആ നബിയുടെ മരണം യഥാർത്ഥമായ വിസവിക്കും. അങ്ങനെ വിളിച്ചെങ്കിൽ മാത്രം ഞങ്ങൾ യഥാർത്ഥ മൂമിനായിട്ട് ജീവിച്ച് മരിച്ചു പോകാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു 4 ചില ഖലീഫമാർ അബൂബക്കറും ഉമറും ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെച്ചാണ് 31 വർഷം ആഴത്തിൽ നടത്തിയ ഒരു വർഷമല്ല, ഒട്ടും 4 ഖലീഫമാർ 31 വർഷം ഖിലാഫത്ത് നടത്തിയ. ഈ വർഷത്തെ 31 വർഷത്തെ ഇടയിൽ 31 റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയത്. ഒരു റബീഉൽ അവ്വലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാചരണയുടെ പേരിൽ ഒരു കാരക്ക ഒരു ഈത്തപ്പഴ എക്സ്ട്രാ ഒരു സെലിബ്രേഷൻ ആളമാരെല്ലാം കൂട്ടിയിട്ട് പള്ളിയില ഭർത്ത ഒരു സംഭ്രമാചരണ ആക്കിയിട്ടില്ല. അങ്ങാക്കാത്തത് എനിക്ക് അങ്ങനെ നബിയുടെ ജന്മദിനാചരണ രീതി എനിക്ക് കൊടുത്ത് കിട്ടിയിട്ട് അങ്ങാക്കാത്തത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ വഫാത്ത് പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ 48 വർഷം ജീവിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 55 വർഷം ജീവിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹ 35 വർഷം ജീവിച്ചു. ആ നബിയുടെ പെഞ്ഞൈമാറിയുള്ള ഉമ്മുൽ മുഅ്മിനീൻ അങ്ങനെ ജീവിച്ച ഈ വർഷത്തിൽ റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയിട്ടും അങ്ങ് നബിയുടെ ജന്മദിനാചരണ ആക്കിയിട്ടില്ല, മിലാദ് നബി ആക്കിയിട്ടില്ല, ഒരു എക്സ്ട്രാ സ്വീറ്റ് കൊടുത്തിട്ടില്ല. എന്തും കൊടുക്കാണ്ടിക്കോ കാരണം എന്തോ നബി ആക്കി കാണിട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി പരിചയമില്ല. നബിനൊട്ടു ജീവിച്ചങ്ങല്ല ഐഷല്ലാവന അഫ്സ ഉമ്മു സലമ നബിനൊട്ടു ജീവിച്ചങ്ങല്ലേ. എന്നിട്ട് നബിയിൽ നിന്ന് കണ്ടെത്തുണ്ടെങ്കിൽ നബിയാക്കിയിട്ട് കാട്ടിയത് അങ്ങ് കണ്ണിച്ചു പോവാനാ യുവമാത്തിൽ ചെന്തരല്ലേ പടിപാടി തരല്ലേ നന്ദില്ല. അതുകൊണ്ടു അങ്ങ് നബി ആക്കാത്തത് അങ്ങ് ആക്കിത്തില്ല. അങ്ങനെ മരണത്തോളം ആക്കിത്തില്ല. നബി ജീവിച്ചപ്പോൾ ആക്കിയില്ല. നബിയുടെ മരണം പിന്നെയും നബി ആവട്ടു, നബിയുടെ സ്വഹാബാക്കന്മാരാവട്ടു, താബീങ്ങാവട്ടു, തബഅതാബീങ്ങാവട്ടു, அந்த 4 മദ്ഹബിലെ പണ്ഡിതന്മാരാവട്ടു അങ്ങ് ആക്കിയിട്ട് കാട്ടിയില്ല. മദ്ഹബിലെ പണ്ഡിതന്മാർ ആരും അങ്ങനെ കിതാബിലും ഇതാ മിലാദുൻ നബി ഐതിക്ക് റബീഉൽ അവൽ 12 നിങ്ങൾ എല്ലാവരും ആചരിക്കുന്നു ചെന്ന് ഒരു മെസ്സേജ് തന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ചെന്ന് മൻ അഹദത ഫി അംരിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ് മൻ അഹദത ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ഈ ദീനിൽ ആരെങ്കിലും പുതിയത് കൊണ്ടുവന്നെങ്കിൽ അതിനെ നിങ്ങൾ തിരസ്കരിക്കണം, റിജക്റ്റ് ആക്കണം. പിന്നെ മൻ അമില അമല ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നിങ്ങൾ റിവായത്തിൽ കാണാം, ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കുന്ന റിവായത്തിൽ ആരെങ്കിലും ദീനിലെ ഒരു അമലാക്കിയ ദീൻ ഇല്ലാണ്ടായി മിലാദുൻ നബി ആചരണം ഞങ്ങൾ സെർച്ച് ആക്കാം. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, സ്വഹാബാക്കന്മാരാക്കിയതുണ്ട്. സെർച്ച് ആക്കുമ്പോൾ അതിനെ കിട്ടി എവിടെ കാണില്ല. അങ്ങനെ ആയെങ്കിൽ റിജക്റ്റ് ആക്കണം. തിരസ്കൃതമായിരിക്കണം, തള്ളേണ്ടത് ആക്കേണ്ടതല്ല എന്നത് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അർത്ഥപൂർവ്വം മനസ്സിലാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ചെറിയരെ മേലെ വിസ്തരിച്ചക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിരിക്കുമ്പോഴത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ വിസ്തരിച്ച സ്വഹാബാക്കന്മാർ ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വിസ്തരിച്ച നബിയുടെ മേലെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലത്ത് ചെന്ന് നിങ്ങൾ ബാങ്ക് കൊടുക്കൂ. നബി ഇല്ലാത്ത മദീനത്തിൽ ബാങ്ക് കൊടുത്തില്ല ബിലാൽ റളിയല്ലാഹു അൻഹു. നബി വഫാത്തായ പിന്നെ നബിയുടെ പേര് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചെല്ലത് ആ ടൈമിലും ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പോയപ്പോൾ അങ്ങനത്തെ വിഷയത്തിന് നബി വിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കൂ ചെന്നപ്പോൾ കൊടുത്തില്ല. ഒത്തായാക്കിട്ട് പിന്നെ കൊടുക്കൂ റെഡിയായപ്പോൾ അങ്ങനെ ബാങ്ക് കേട്ടപ്പോഴത്തേക്ക് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ചെല്ലവിടെ എത്തുമ്പോൾ പിന്നെ സൗണ്ട് പറ്റില്ല. അവിടേക്ക് കരഞ്ഞിട്ട് പോയി. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ദീൻ സ്വീകരിച്ചാൽ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉമ്മ ചെന്ന് നീ ഈ ദീൻ സ്വീകരിച്ചത് കൊണ്ടില്ലെങ്കിൽ ഈ ഔദ്യോഗിക വിട്ടുപോയി ഇട്ട ഡ്രസ്സും എടുത്ത് പുറത്തായി പോകുമ്പോഴത്തേക്ക് ചെന്ന ഉമ്മ ചെന്ന മോഡലിട്ടു. മിസ്അബ് ഇബ്നു ഉമൈർ ചെന്ന ബ്രാൻഡഡ് സെന്റ് പെർഫ്യൂം യൂസ് ആക്കിയിരുന്നാൽ ഒരു പെർഫ്യൂം ഒരു സെന്റ് തേച്ചെങ്കിൽ റായില ഗമഗമാവരെ പോലത്തോ നല്ല ശ്രീമന്ത നാളെ എന്നുള്ള ആദരവായ മുത്തുനബിയിൽ നിന്ന് ദീൻ സ്വീകരിച്ചിട്ട് അതിൽ ആകർഷിതനായിട്ട് ദീനിന്റെ അടിമറിച്ച കൊണ്ടെത്തു. ഉമ്മച്ചത്തി ഔദ്യോഗിക പുറത്തായി പോകും, ഇട്ട ഡ്രസ്സ് മാറ്റി പോണു. അങ്ങനെ ഉഹുദ് യുദ്ധത്തിൽ മരണപ്പെട്ടപ്പോൾ ഷഹീദായപ്പോൾ അത്ര വലിയ പൈസക്കാരനായിട്ട് നാളെ മരണപ്പെട്ടു പോകുമ്പോൾ ഒരു കാലിൽ മുണ്ട് കൊടുത്തിട്ട് സ്വഹാബാക്കന്മാർ ചെന്നാൽ നബിയെ മിസ്സാബു ഉള്ള ആ തുണിയിൽ തലമറന്ന് കാൽ മറക്കില്ല, കാല് മറന്ന് തലമറക്കില്ല, എന്താ പറ്റും? ആ തുണി കൊണ്ട് തുണിങ്ങ തലമറക്കും, കാലിൽ പുല്ല് വെച്ചിട്ട് മരമാണ് വെച്ചത്. നബിയുടെ മേലെ ബിർസ വെച്ചിട്ട് ദീനുൽ ഇസ്ലാമിനെ ബിർസ വെച്ച് ദീനെ സ്വീകരിച്ചു കൊടുത്തു. എല്ലാത്തിനും ത്യാഗം റെഡിയായതാണ്. ഞങ്ങളോട് വെച്ച് ആരും ആഹ്വരിക്കുക ഇതെന്ത് ആഴമായ ബിർസത്. ഒരു പെണ്ണിങ്ങ ഊതി രണാങ്കണത്തിൽ നബിയെ തേടിയോട്ട് നബി മരണപ്പെട്ടു ചെന്നുള്ള വദന്തി പ്രചാരായി ആ ടൈമിലു നബിക്ക് എതിരായി തേടിയോട് പോട്ടെ തേടുന്നു. ഇതാ നിങ്ങളെ മോണ മൂത്തായിരുന്നു, മാപ്പിള മൂത്തായിരുന്നു, അപ്പ മൂത്തായിരുന്നു ചെല്ലുമ്പോഴത്തേക്ക് അതിന് വലിയ വിഷയാക്കാൻ എൻ്റെ നബിയോടുണ്ടോ? എൻ്റെ നബിക്ക് എതിരായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കാട്ടി കൊടുത്തിനാമത്തേക്ക് ചെന്നോ നിങ്ങൾ മരിച്ചു പോകേണ്ട ചെല്ലതായ മുസീബത്തുണ്ടല്ലേ, അതിനേക്കാൾ വലിയ മുസീബത്ത് കാര്യമില്ല. അദ്ദേഹത്തിന് നബിയെ മേലെ വിശ്രമിച്ച ശൈലി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇട്ടുകൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ പോയിട്ട് വന്ന സ്തുതി വാർത്ത കൊടുത്താൽ മുശ്രിക്കീങ്ങൾ വന്നിട്ട് നിന്റെ മുഹമ്മദ് ഇതാ 7 ആകാശത്തെ മേൽ ഒരു ജാവ് പോൾ അവർ മുന്നോട്ട് പോയിട്ട് വന്ന ചെന്നോട്ടെ നീ നമ്പുരേ വിശ്വസിക്കലേ ചെന്നിട്ട് ആ ടൈമിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നത് എന്തിനു വന്നില്ല ചെന്നത് നബിയാ ഞാനത് വിശ്വസിക്കണേ. ചെന്നത് നബി ഉണ്ടായും വിശ്വസിക്കണം. നബി കളവ് ചെല്ലാതാണ് അള്ളാഹുൽ നിന്ന് വഹി കണ്ടാൽ ആ നബി ചെന്നത് കളവിക്കല 100% അയാൾക്ക് മണവരിക്കായി. ഇങ്ങനെ എത്ര ചരിത്രം നബിയുടെ മഹബത്ത് വെച്ചത് കാണേ. അങ്ങ് ആറും ഹയാത്തിരിക്കുമ്പത്തേക്ക് മരിച്ച പിന്നെ നബിയുടെ ഹയാത്തിലാവട്ടെ നബിയുടെ മരണാനന്തരാവട്ടു മിലാദുൻ നബി ആചരണ ആക്കിയിട്ടില്ല. ആക്കാത്തത് കൊണ്ടെത്തു ഞങ്ങൾ മുതൽ ആക്കിയെങ്കിൽ കുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദഅത്തും തിരുതപ്പിയത്, എല്ലാ തിരുതപ്പിയതും എത്രോ ജഹന്നം നരകത്തിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് പോലെ മനസ്സിലാക്കിയത് സ്വീകരിക്കും, ബാത്തിൽ പോലെ മനസ്സിലാക്കിയത് തിരസ്കരിക്കും. അല്ലാഹു നമുക്ക് എല്ലാം ആവതാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ
അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. തഖ്വയുള്ളതായിട്ട് ജീവിക്കണം ചെന്നിട്ട് നിങ്ങൾ എതിരിനോട്ടാണ് വസിയത്താക്കുക. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വഭാവ ഗണിയത്ത് ഞങ്ങൾ നബിയുടെ അനുസരണാക്രമല്ലേ, നബിയുടെ സ്വഭാവത്തെ ഞങ്ങൾ പഠിച്ചതാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലി അള്ളാഹു നബിയുടെ വിഷയത്തിൽ ഖുർആനിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. നബിയെ നീ ഏറ്റവും ഉന്നതമായ നല്ല സ്വഭാവത്താൽ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലി ഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങൾ ഖൈറായവ, നിങ്ങൾ നല്ലതാ. ആര് തൊട്ടുണ്ട? സ്വന്തം കുടുംബത്തൊട്ടും പെഞ്ഞായി തൊട്ടും നല്ല ഇരിക്കുന്ന ആളുള്ളത്, നല്ല സ്വഭാവം. പെഞ്ഞായി തൊട്ടു അത് ഇത് ചെന്നിട്ട് അസ കാട്ടിയോണ്ടും അടിച്ചോണ്ടും കുത്തിയോണ്ടും വേണ്ടാത്ത പളക്ക ചെന്നോണ്ടും പറഞ്ഞോണ്ടും അസഭ്യച്ചോണ്ടിരിക്കണല്ല. അങ്ങല്ല ഖൈറായ നബി സാർ ചെന്നോ, നിങ്ങൾ ഖൈറായ സ്വന്തം പെഞ്ഞായി തൊട്ട് കുടുംബത്തോട് നല്ല ഇരിക്കുന്ന. നാനും എൻ്റെ പെഞ്ഞായി തൊട്ടും നല്ലുള്ള ഒന്നാമത്തെ സ്ഥാനത്തേക്ക് പെഞ്ഞായി തൊട്ടും നല്ല സ്വഭാവം കാട്ടിയത് ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ആ സ്വഭാവങ്ങളെ സ്വീകരിച്ചിട്ട് അങ്ങനെ മഹബത്ത് വീക്കാൻ വീരമല്ല. അനസ് റളിയല്ലാഹു അൻഹു ചൊല്ലി ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. ഞാൻ നബിയെ 10 വർഷം ഖിദ്മത്ത് എടുത്തു. നബിയുടെ ഖിദ്മത്ത് എത്ര? ഒരു നാൾ ഒരു തിങ്കളല്ലേ, 10 വർഷം ആദരവായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖിദ്മത്ത് അനസ് റളിയല്ലാഹു അൻഹു എടുത്തപ്പോൾ എന്താ ചൊല്ല കൊണ്ടുവരാ? അനസ് വല്ലാഹി അല്ലാഹു ആണിപ്പിച്ചു മാ ഖാല ലീ ഉഫൻ ഖത്ത്. ഒരിക്കലും കണ്ടിട്ട് ഉച്ചേന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ഒത്തിരി സത്രിങ്ങനെ ഇന്നങ്ങളോട് എത്ര പറഞ്ഞിരാ തെല്ല് അടിച്ചത് അപ്പറിപ്രായത്, തെല്ല് ഇട കളിയത്, തെല്ല് ഗലീജ് ബാക്കുന്നത് എത്ര പറയുന്നത്. ഓരോരൊക്കെ അസ്വർത്ഥങ്ങളുണ്ട് ഞങ്ങൾ ഭർത്താക്കൾ പോകാച്ചു ആയെങ്കിൽ നബിയിലൊട്ട് സേവ് ആക്കിയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഖാദിമായിരുന്നോ അനസ് റളിയല്ലാഹു അൻഹു പലക്കെന്ത് 10 വർഷത്തിൽ ഒരിക്ക കൂടെ ചേർത്തിലിട്ടു. വലാ ഖാല ലീ ശൈഅൻ ബിമാ ഫഅൽത കദാ വഹല്ല ഫഅൽത കദാ. ഇങ്ങനത്തെ സ്വറാക്കി നീ എന്ത് കണനാക്കിയേ, ഇങ്ങനത്തെ സ്വറാക്കി എന്ത് ആക്കിയിട്ടില്ലാട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടേയില്ല. ഞാൻ എന്ത് സേവാക്കേ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതി തൃപ്തിപ്പെട്ടോടെ അതേ ചെയ്യുന്ന മോമിനികളെ ആ നബിയുടെ സ്വഭാവത്തെ സ്വീകരിച്ചിട്ട് ആ നബിയുടെ ദിനചര്യ സ്വീകരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ജീവിച്ചെങ്കിൽ ഞങ്ങൾക്ക് യഥാർത്ഥമായ നബിയിലുള്ളതായ പിരിസുള്ള ആളായിട്ട് ചെയ്യാം. ഇല്ലാണ്ടെങ്കിൽ ഞങ്ങൾക്ക് നബിയുടെ മേലുള്ളതായ പിരിസ ഓർക്കൊള്ളും ഇല്ലാണ്ടായി പോകും. ഉലമാക്കന്മാർ കഴിഞ്ഞുപോയതായ പണ്ഡിതന്മാർ, ഷാഫി മതവരെ പണ്ഡിതന്മാർ പോലത്തെ ആളന്മാർ ഞങ്ങൾക്ക് എന്ത് പണി പഠിത്തന്നാണ്. പ്രമുഖ പണ്ഡിതനായ ഇമാം ഫാക്കിഹാനി റഹിമഹുല്ലാഹി പ്രസ്താവന ഇമാം സുയൂത്തി ചൊല്ലി ലാ അഹ്ലമു ലിഹാദൽ മൗലിദി അസ്ലൻ ഫി കിതാബ് വലാ സുന്ന വലാ യൻഖുലു അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ അല്ലദീന ഹും ഖുദ്വത്തുൻ ഫിദ്ദീൻ അൽമുതമസ്സികൂന ബിആഥാരിൽ മുതഖദ്ദിമീന ബൽ ഹുവ ബിദ്അത്തുൻ ആദതഹൽ ബത്താലൂന വശഹവത്തു നഫ്സിൻ യഅതിനാ ബിൽ അഖാലൂന. ഇത് ഇമാം ഫാക്കിഹാന്റെ പ്രസ്താവനയിൽ ഇമാം സുയൂത്തി ചൊല്ലി ഈ മൗലിദിന്റെ വിഷയം ഖുർആനിലാവട്ടു ഹദീസിലാവട്ടു കിതാബിലാവട്ടു സുന്നത്തിലാവട്ടു നക്കൊന്നില്ല. അതേപോലെ കഴിഞ്ഞുപോയ മാധുര്യപൂർണനായ പണ്ഡിതന്മാരിൽ നിന്ന് പൂർവികന്മാരെ മാർഗത്തോ അവലംബിക്കോ ഒരു വിദ്വാംസൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പിന്നെ തുടങ്ങിയത് ഇത് സോമാരിമാർ നിർമ്മിച്ച സോമാരി നിർമ്മിച്ചതോ ഭോജനപ്രിയന്മാർ തിന്നു ഇഷ്ടപ്പെട്ട കൂടാതെ അങ്ങ് പരിഗണിച്ച ഒരു ദേഹശൈലി, അതല്ലാണ്ട് നീന്റെ വിഷയത്തിൽ ഇതിലൊന്നുമില്ല. അതേപോലെ ഒരാൾ ലോകപ്രസിദ്ധ പണ്ഡിതനായ ഇബ്നു അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു കേട്ടപ്പ ഈ മൗലിദിന്റെ വിഷയത്തിൽ എഴുതിച്ചല്ലോ അസ്ലുൽ മൗലിദി ബിദഅത്ത്. മൗലിദിലെ അസ്ലേ ബിദഅത്ത് ലം തൻകുൽ അൻ അഹദ് മിന സലഫ് സ്വാലിഹ് മിനൽ ഖുറൂനി തലാത. 3 കാലത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ സ്വഹാബാക്കന്മാരും താബിഈൻ തബഅ താബിഈൻ ഇങ്ങളിൽ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഉദ്ധരിക്കപ്പെടാത്തത് നിങ്ങൾക്ക് ദീനാവും ഒരിക്കലും ദീനാവും ചാൻസ് ഇല്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ആ മൗലിദ് കിതാബ് ആയത്തിൽ ഓതുറാൽ അതിലുള്ള നബിയിലോട്ട് നേരിട്ട് ദുആ ചെയ്യിക്കരുത്. ഞാൻ കണക്കില്ലാത്ത ദോഷാക്കിയ നബിയെ ആവലാതെ നിങ്ങൾ എന്ത് ലഭിക്കേ ഇങ്ങനെ നബിയോട്ട് ദുആ ചെയ്യിക്കുന്നത് ശിർക്കായിരിക്കരുത്. മൗലിദാചരണ ബിദഅത്ത് അതിൽ ഓതപ്പെട്ടതായ ഗരങ്ങ അത് ശിർക്കിൽ മുങ്ങിയത്. അല്ലാഹു ചെന്ന നിങ്ങൾ ആരെങ്കിലും അല്ലാഹുവല്ലാത്തവരോട് ദുആ ചെയ്തെങ്കിൽ നിങ്ങളെ ദുആ അങ്ങ് കേൾക്കില്ല. ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നിങ്ങളെ ദുആ അങ്ങ് കേൾക്കില്ല. മരണപ്പെട്ടു പോയങ്ങ നബി ആവട്ടു, മൊയ്തീൻ ഷേഖ് ആവട്ടു, റിഫായി ഷേഖ് ആവട്ടു, ഇന്നിത്ര ഏത് തങ്ങമാരാവട്ടെ മരണപ്പെട്ടു പോയങ്ങ അല്ലെങ്കിൽ ജീവിച്ചിട്ടുള്ളങ്ങ ആരും നിങ്ങൾ ദുആ കേൾക്കില്ല. കേൾക്കാൻ സങ്കല്പിച്ചോ നിങ്ങൾക്ക് ജവാബ് കിട്ടല.
നാളെ ഖിയാമത്തിലുണ്ടാകുക നിങ്ങളെ ഈ ദുആ എന്ന ഈ ഇബാദത്ത് നിഷേധിക്കുവാൻ കണ്ടോട്ട് നിങ്ങൾ ദുആ കിട്ടിയില്ല സഹായിക്കില്ല അത് കഴിഞ്ഞിട്ട് ശിർക്കും ബിദഅത്തുമായിട്ടുള്ള ഈ മിലാദ് നബിയോ ഞങ്ങൾ കൈവിട്ടിട്ടു സുന്നത്തായ ആചരണം എന്തുകൊണ്ടാ അതിലാക്കി ജീവിതത്തിൽ നല്ലാക്കണം അങ്ങനത്തെ മുത്തഖിമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരും സേഫാക്കി അനുഗ്രഹിക്കട്ടെ അക്ക് പോലെ മനസ്സിലാക്കിയിട്ട് അതിനെ സ്വീകരിക്കുമോ ബാത്തിൽ പോലെ മനസ്സിലാക്കി അതിനെ കൈവിടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവതാക്കി തരട്ടെ ഉഷാറില്ലാത്ത ദ്വാരം ചെന്നൊരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഷാറില്ലാത്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഹാർട്ട് പേഷ്യൻറ്റ് ട്യൂമർ പോലത്തെ പേഷ്യന്റ്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആരോഗ്യത്തെയും ആഫിയത്തെയും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അങ്ങനെ സീക്രെ എത്ര വേഗം ഷിഫാക്കിയിട്ട് ഷിഫാവും ആജിൽ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ ആരെല്ലാം ഞങ്ങളുടെ ഉമ്മത്തിൽ ഉഷാറില്ലാത്ത ഹോസ്പിറ്റലിലുള്ള ഞങ്ങളുടെ ഉമ്മമാർ സഹോദര സഹോദരിമാർ ഈ ഉമ്മത്തിൽപ്പെട്ട നല്ല നല്ല മനുഷ്യന്മാർ അല്ലാഹു എല്ലാവരും സീക്രയും ഷിഫാവും ആജിൽ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയവർക്ക് ദ്വാരക്ക് ചെന്നൊരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണപ്പെട്ടു പോയോ എല്ലാവരും പരലോക ജീവിതത്തെ വെളിച്ചാക്കിയിട്ട് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ ഉമ്മമാർ ഞങ്ങളുടെ അബ്ബമാർ സഹോദര സഹോദരിമാർ ഉമ്മത്തിൽപ്പെട്ട നല്ല നല്ല മനുഷ്യന്മാർ ഇതിനാവിൽ മരണപ്പെട്ടു പോയ അല്ലാഹു അങ്ങനെ പരലോക ജീവിതത്തിലെ ഖൈറും ബർക്കത്തിലും വെളിച്ചത്തിലും മഗ്ഫിറത്തിലും മർഹമത്തും ആക്കി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين دمر أعداءنا وأعداء الدين اللهم أجرنا من النار